തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി സീനിയർ ചേംബർ സംഘടിപ്പിക്കുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൽ ഇന്ന് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഇപ്പോൾ നിലവിലെ MLAയുമായ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് നമ്മളൊപ്പമുള്ളത്. ഈ പരിപാടിയിലേക്ക് ആദ്യമായി സേവ്യറിനെ സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്കുള്ള സമയമാണ്, കാരണം പ്രചരണത്തിൻ്റെ അതിൻ്റെ വളരെ കുറച്ച് സമയമുള്ളൂ. അതിൻ്റെ വളരെ ടൈറ്റ് ഷെഡ്യൂളിലാണ് എന്നറിയാം. എങ്കിലും ആ തിരക്കിനിടയിൽ ആണ് ഞങ്ങളുടെ ഈ പരിപാടിക്ക് വന്നത്. അതിൽ വളരെ സന്തോഷം. എങ്ങനെ പോകുന്നു പ്രചരണം? എങ്ങനെയാണ് വോട്ടർമാരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, കഴിഞ്ഞ 5 കൊല്ലക്കാലം MLA എന്ന രീതിയിൽ മണ്ഡലത്തിലാകെ സഞ്ചരിച്ചതിൻ്റെയും പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും വികസന കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതിൻ്റെയും ഭാഗമായി എല്ലാവർക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല. ഒരു അറിവ് വെച്ച് ഏകദേശം 1200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഈ മണ്ഡലത്തിൽ താങ്കളുടെ നേതൃത്വം നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്യാവുന്ന എന്തെല്ലാം കാര്യം വളരെ ബ്രീഫായിട്ടൊന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിലൊന്ന് നമ്മുടെ മണ്ഡലത്തിലെ ടൂറിസം പദ്ധതികൾ തന്നെയാണ്. അതിലിപ്പോൾ നമുക്കൊരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ വാഴാനി, പേരേപ്പാറ ഡാം, നമ്മുടെ തൂമാനം വെള്ളച്ചാട്ടം, ഇവിടെ നമ്മുടെ ചാത്തഞ്ചിറ, അപ്പുറത്ത് പത്താഴക്കുണ്ട് ഡാം, ഇവിടെ ചെപ്പാറ, പൂമല, അതുപോലെ തന്നെ മിനിയൂട്ടി, വെലങ്ങൻ കുന്ന്, കോൾപ്പടമ്പ്. അപ്പോൾ ഈ എല്ലാ ടൂറിസം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വളരെ സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ, അവയെല്ലാം തന്നെ നമുക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രൂപകൽപ്പന ചെയ്യുക എന്ന പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് 20 കോടി രൂപ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ നമുക്ക് അനുവദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിലെ 5 പദ്ധതികൾ നിർമ്മാണം ആരംഭിച്ചു. 2 പദ്ധതികൾ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ്റെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായി നമുക്ക് ആ നിർമ്മാണം ആരംഭിച്ചവ പൂർത്തിയാക്കണം. ഇപ്പോൾ പൂമലയിലാണ് നമ്മൾ പകുതി പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. പൂമല തെക്കങ്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് 41 റിസോർട്ടുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ. അവരെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂമല ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടന രൂപീകരിച്ച് തദ്ദേശീയർക്ക് വരുമാനം ലഭിക്കാൻ കഴിയത്തക്ക രീതിയിലും ആ പദ്ധതിയെ വിപുലപ്പെടുത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഓരോന്നും പൂർണ്ണതയിലെത്തിക്കുക എന്ന രീതിയിൽ, എന്നുവെച്ചാൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഏകദേശം 20 കോടി രൂപ ഭരണാനുമതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എംപാനൽ ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എംപാനൽ ചെയ്ത ഏജൻസികളെ കൊണ്ട് DPR തയ്യാറാക്കിച്ച് ഡ്രോയിങ് തയ്യാറാക്കിച്ച് കൊടുത്ത് അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിർവഹണം നടക്കുന്ന ഘട്ടത്തിൽ മാത്രമേ കമ്മീഷൻ അടിസ്ഥാനത്തിൽ അവർക്കത് ലഭിക്കൂ. അപ്പോൾ ആ നിലയിൽ നടത്തിയ വലിയ പരിശ്രമമാണ് നമുക്കിത്രയും തുക വി പാർക്കുകൾക്ക് ഉൾപ്പെടെയായി ലഭിക്കാനിടയായത്. അപ്പോൾ അത് ഒരു ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊജക്റ്റാണ്.